അച്ഛാ, 2 ആഴ്ച മുമ്പ് ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ ഒരങ്കിൾ അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയോട് ഞാൻ ആ അങ്കിൾ ആരാന്ന് ചോദിച്ചപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടു. ആ അങ്കിൾ അമ്മയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തത് മോളത് കണ്ടതാ. അച്ഛനോട് ഈ കാര്യം പറഞ്ഞാൽ അമ്മയും അങ്കിളും കൂടി അച്ഛനെയും എന്നെയും കൊല്ലുമെന്ന് പറഞ്ഞു. അച്ഛനോട് ഞാൻ ഈ കാര്യം പറയാതിരിക്കാൻ വേണ്ടിയാ അച്ഛൻ ഫോൺ വിളിക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് നിന്ന് മാറാത്തത്. മകൾ മീനാക്ഷിയുടെ വാക്കുകൾ കേട്ട് പ്രവാസിയായ ആ അച്ഛൻ്റെ ഹൃദയം പിടഞ്ഞു. കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ പ്രതാപിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോളിതെന്തൊക്കെയാ പറയുന്നത്? മോളുടെ അമ്മയെക്കുറിച്ച് തന്നെയാണോ മോളിങ്ങനെയൊക്കെ? വാക്കുകൾ പൂർത്തീകരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് സത്യാച്ച. അച്ഛൻ ഈ കാര്യം അമ്മയോട് ചോദിക്കരുത്. ഞാനിത് അച്ഛനോട് പറഞ്ഞെന്ന് അമ്മ അറിഞ്ഞാൽ ആ അങ്കിളും അമ്മയും കൂടി നമ്മളെ കൊന്നുകളയും. അച്ഛൻ ദൂരെ ആയോണ്ട് അച്ഛനെ കൊല്ലാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്നെ എന്തായാലും കൊല്ലും. അങ്ങനെ എനിക്ക് മരിക്കണ്ട അച്ഛാ. അച്ഛൻ്റെ മോളായി എനിക്കിനിയും കുറേ വർഷം ജീവിക്കണം. മീനു കരഞ്ഞുപോയി. അയ്യേ, അച്ഛൻ്റെ മീനൂട്ടി കരയാ? അച്ഛൻ്റെ പൊന്ന് കരയണ്ടാട്ടോ. മോളെ ആരും ഒന്നും ചെയ്യില്ല. അച്ഛനമ്മയോട് ഒന്നും ചോദിക്കില്ല. അതുകൊണ്ട് മോൾ അത് ഓർത്ത് പേടിക്കണ്ട. അമ്മയ്ക്ക് ആ അങ്കിളിനെ ഇഷ്ടമാണെന്നും ഇനി അയാളുടെ കൂടെ ജീവിക്കൂ എന്ന് അമ്മ പറഞ്ഞു. മോളെല്ലാം കണ്ടതുകൊണ്ട് ആ അങ്കിളിപ്പോൾ എന്നും നമ്മുടെ വീട്ടിൽ തന്നെയാണ് അച്ഛാ താമസം. ആ അങ്കിൾ ആരും കാണാതെ അമ്മയുടെ കാറിൻ്റെ പിൻ സീറ്റിലിരുന്ന് ഒളിച്ചാണ് വീട്ടിലേക്ക് വരുന്നതും പോകുന്നതും. എനിക്ക് കാര്യം ആരോടെങ്കിലും പറയാൻ തന്നെ പേടിയായിരുന്നു. പക്ഷെ അച്ഛനെ ഇത് അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതാണ് മിസ്സിൻ്റെ ഫോൺ വാങ്ങി അച്ഛനെ ഞാൻ വിളിച്ചത്. മോള് സങ്കടപ്പെടണ്ട, അച്ഛനുണ്ട് കൂടെ. പ്രതാപ് തൻ്റെ ഇമോഷൻസ് കടിച്ചമർത്തി. അച്ഛൻ വേഗം വീട്ടിലേക്ക് വരുമോ? ആ അങ്കിള് ആളത്ര ശരിയല്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മ കാണാതെ എൻ്റെ ദേഹത്തൊക്കെ നുള്ളാനും പിച്ചാനും വരും. ഞാനിപ്പോൾ പേടിച്ചാണ് ആ വീട്ടിൽ കഴിയുന്നത്. ആ അങ്കിള് വീട്ടിലുള്ളപ്പോഴൊക്കെ ഞാൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങാറില്ല. അമ്മയും ആ അങ്കിളിൻ്റെ ഒപ്പം ആയതുകൊണ്ട് എനിക്കെൻ്റെ സങ്കടം ആരോടും പറയാൻ കഴിയുന്നില്ല. മീനൂട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മീനൂട്ടി വിഷമിക്കേണ്ട, അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാം. സത്യമാണോ അച്ഛാ? അച്ഛൻ വരുന്നുണ്ടെന്ന് കേട്ടതും ആ കുഞ്ഞു കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി. വരും പൊന്നെ, അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ വരും. എങ്കിൽ ശരിയച്ഛാ, എനിക്ക് ക്ലാസ് തുടങ്ങാൻ സമയമായി. ഞാൻ മിസ്സിൻ്റെ ഫോൺ വാങ്ങി അച്ഛന് നാളെ വിളിക്കാം. മീനൂട്ടി ഫോൺ കട്ട് ചെയ്തിട്ടും പ്രതാപിൻ്റെ ഹൃദയം അതിദ്രുതം മിടിക്കുകയായിരുന്നു. മകൾ പറഞ്ഞിട്ട് പോയ വാക്കുകൾ അയാളെ അത്രമേൽ ഉലച്ചിരുന്നു. തൻ്റെ ഭാര്യ തന്നെ ചതിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് പ്രതാപിൻ്റെ ഹൃദയത്തെ പൊള്ളിച്ചു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞാണ്. അവളുടെ കൺമുന്നിൽ കണ്ട കാര്യമാണ് അവളിപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. നൊന്തുപെറ്റ കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു? സ്വന്തം മുഖം രക്ഷിക്കാൻ ഒരുപക്ഷെ ആ രാക്ഷസി അതിനും മടിച്ചെന്ന് വരില്ല. പ്രതാപിൻ്റെ ചിന്തകൾക്ക് ചൂടുപിടിച്ചു. പ്രതാപിൻ്റെയും റീനയുടെയും ഒരേയൊരു മകളാണ് മീനാക്ഷി എന്ന മീനു. 12 വർഷം മുമ്പാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത്. നാട്ടിൽ സ്വന്തമായി ചെറിയൊരു പലചരക്ക് കടയായിരുന്നു പ്രതാപിനുണ്ടായിരുന്നത്. ലക്ഷറി ലൈഫ് സ്വപ്നം കണ്ട് ജീവിച്ചിരുന്ന റീനയ്ക്ക് പലചരക്ക് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നതിൽ സംതൃപ്തി ലഭിച്ചിരുന്നില്ല. അങ്ങനെ മീനൂട്ടിക്ക് 4 വയസ്സുള്ളപ്പോൾ റീനയുടെ നിർബന്ധം സഹിക്കവയ്യാതെയാണ് പലചരക്ക് കട ഭാര്യയെ ഏൽപ്പിച്ചിട്ട് പ്രതാപ് കടൽ കടന്നു പോയത്. അവിടെ നിന്നും അയാൾ അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ട് കച്ചവടം പുഷ്ടിപ്പെടുത്തി റീന ആ ചെറിയ പലചരക്ക് കട ഒരു വലിയ സൂപ്പർ മാർക്കറ്റാക്കി മാറ്റിയിരുന്നു. ഒരു 2 വർഷത്തിനു മുൻപാണ് പലചരക്ക് കട സൂപ്പർ മാർക്കറ്റാക്കി മാറ്റിയത്. ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടപ്പോൾ താൻ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് വരട്ടെയെന്ന് പ്രതാപ് റീനയോട് ചോദിച്ചപ്പോൾ കുറച്ചു വർഷം കൂടി അവിടെ പിടിച്ചു നിൽക്കൂ എന്നായിരുന്നു അവളുടെ മറുപടി. എന്നാൽ പ്രതാപിന് നാട്ടിലേക്ക് മടങ്ങാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഈ 2 വർഷത്തിനിടയ്ക്ക് ഭാര്യയിലുള്ള പല മാറ്റങ്ങളും അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചോദിക്കുമ്പോഴൊക്കെ സൂപ്പർ മാർക്കറ്റിലെ ഓരോ തിരക്കുകളാണെന്ന് പറഞ്ഞ് അവൾ ഒഴിയും. പഴയതുപോലെ പ്രതാപിനെ വിളിക്കാനോ മിണ്ടാനോ ഒന്നും റീന മെനക്കെട്ടില്ല. തൻ്റെ അഭാവത്തിൽ തൻ്റെ ഭാര്യ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അവൾക്കൊന്നിനും സമയം തികയാത്തത് എന്നോർത്ത് പ്രതാപ് സമാധാനപ്പെടുകയായിരുന്നു. എന്നാൽ അതിനു പിന്നിൽ ഇങ്ങനെയൊരു വലിയ ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് അയാൾ അറിഞ്ഞതേയില്ല. എന്തായാലും ആരെയും അറിയിക്കാതെ നാട്ടിലേക്ക് പോകാൻ തന്നെ പ്രതാപ് തീരുമാനിച്ചു. മകൾ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഒറ്റയ്ക്ക് താൻ ആ വീട്ടിലേക്ക് കയറിച്ചെന്നാൽ തൻ്റെ ഭാര്യയും കാമുകനും കൂടി തന്നെയും മകളെയും കൊല്ലാനും മടിക്കില്ല എന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ട് കുറച്ച് കൂട്ടുകാരെയും കൂട്ടി വീട്ടിൽ പോകാമെന്ന് പ്രതാപ് തീരുമാനിച്ചു.
ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് എമർജൻസി ലീവ് വാങ്ങി രാത്രി തന്നെ പ്രതാപ് നാട്ടിലേക്ക് തിരിച്ചു. വെളുപ്പിന് 4 മണിക്കാണ് അയാൾ വീട്ടിലെത്തിച്ചേർന്നത്. പ്രതാപിന്റെ കൂടെ അയാളുടെ ഉറ്റ സുഹൃത്തുക്കളായ 4 പേരുണ്ടായിരുന്നു. ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയിരുന്നതിനാൽ മതിൽ ചാടിക്കടന്നാണ് അവർ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചത്. മുൻവാതിലും പുറകിലെ വാതിലും അടച്ചു പൂട്ടിയിരുന്നെങ്കിലും ഒരു സ്പെയർ കീ കയ്യിലുണ്ടായിരുന്നതിനാൽ പ്രതാപ് അതുപയോഗിച്ച് വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. മുകളിലെ തങ്ങളുടെ ബെഡ്റൂമിൽ അപ്പോഴും വെളിച്ചം പരന്നിരുന്നു. പ്രതാപ് പ്രത്യേകം ശ്രദ്ധിച്ചു. മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് അയാൾ കൂട്ടുകാരെയും കൂട്ടി മുകളിലേക്ക് കയറി. ചാരിക്കിടന്ന ബെഡ്റൂമിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോൾ പൂർണ്ണ നഗ്നരായി ബെഡിൽ കെട്ടിപ്പിടിച്ച് കുത്തിമറിയുകയായിരുന്ന റീനയും അവളുടെ കാമുകൻ ബെന്നിയും. തന്റെ ഭാര്യ അന്യപുരുഷനോടൊപ്പം കിടക്ക പങ്കിടുന്നത് നേരിൽ കാണേണ്ടി വന്നതും പ്രതാപ് കണ്ണുകൾ ഇറുക്കിയടച്ചു. അവർ മുറിയിലേക്ക് പ്രവേശിച്ചതുപോലും റീനയും ബെന്നിയും അറിഞ്ഞിരുന്നില്ല. സീൽക്കാര ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവൾ ബെന്നിയെ ഇറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു. റീന ആവേശത്തോടെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. റീനയുടെ വാക്കുകൾ അറപ്പോടെയാണ് പ്രതാപ് കേട്ടത്. റീനയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരാളായിരുന്നു ബെന്നി. ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രതാപ് അവനെ തിരിച്ചറിഞ്ഞു. അയാൾ കൈനീട്ടി റൂമിലെ സ്വിച്ചിട്ടു. അപ്രതീക്ഷിതമായി മുറിയിൽ വെളിച്ചം തെളിഞ്ഞതും ബെന്നിയും റീനയും ഞെട്ടിയെഴുന്നേറ്റു. തങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന പ്രതാപിനെയും കൂട്ടുകാരെയും കണ്ട് റീന പെട്ടെന്ന് പുതപ്പുകൊണ്ട് തന്റെ നഗ്നത മറച്ചു. പ്രതാപ്, നിങ്ങൾ? റീന പ്രേതത്തെ കണ്ടതുപോലെ വിളറി. എന്റെ മോള് വിളിച്ചു പറഞ്ഞു. അവളുടെ അമ്മയെ ഏതോ അങ്കിള് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളെ കൊല്ലുവെന്ന് എന്റെ കൊച്ചു പറഞ്ഞു. അത് പറഞ്ഞതും പ്രതാപ് പാഞ്ഞു വന്ന് റീനയുടെ കവിളിൽ ഒറ്റ അടി അടിച്ചു. അപ്പോഴേക്കും അയാളുടെ സുഹൃത്തുക്കൾ ബെന്നിയെ വളഞ്ഞിട്ട് തല്ലാൻ തുടങ്ങി. ഇരുവരെയും നന്നായി പെരുമാറിയതിനു ശേഷം പ്രതാപ് പോലീസിനെ വിളിച്ചു വരുത്തി ഇരുവരെയും അവരെ ഏൽപ്പിച്ചു. തന്റെ മകളെ കൊല്ലു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനും അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനും പിന്നെ ഭർത്താവായ തന്നെ ചതിച്ചതിനുമാണ് പ്രതാപ് അവരെ പോലീസിന് പിടിച്ചുകൊടുത്തത്. അതോടെ റീനയും ബെന്നിയും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും മുന്നിൽ നാണം കെട്ടു. വൈകാതെ തന്നെ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് പ്രതാപ് മകളെയും കൊണ്ട് ആ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോയി. പോകുമ്പോൾ സൂപ്പർമാർക്കറ്റ് വിൽക്കാനും അയാൾ മറന്നില്ല. വേദനകൾ സമ്മാനിച്ച ആ നാട്ടിൽ നിൽക്കാൻ പ്രതാപ് ആഗ്രഹിച്ചില്ല. മറ്റൊരു നാട്ടിൽ പുതിയൊരു കട തുടങ്ങുകയും മകളുമായി അയാൾ അവിടെ സന്തോഷത്തോടെ പുതിയൊരു ജീവിതം തുടങ്ങുകയും